നമസ്കാരം, 4 ന്യൂസിലേക്ക് സ്വാഗതം. ബി.ജെ.പിയുടെ ഉരുക്കുകോട്ട എന്ന് പല നേതാക്കളും അഭിമാനത്തോടെ പറഞ്ഞിരുന്ന ഉത്തർപ്രദേശിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി ഏറ്റുവാങ്ങിയിരുന്നത് അപ്രതീക്ഷിതമായ തോൽവിയായിരുന്നു. വലിയ അവകാശവാദങ്ങളുമായി തിരഞ്ഞെടുപ്പിനിറങ്ങിയ ബി.ജെ.പിക്ക് വലിയ തിരിച്ചടിയാണ് നേരിട്ടത്. വലിയ വിമർശനങ്ങൾക്കായിരുന്നു ഇത് വഴിവെച്ചിരുന്നത്. ഇപ്പോഴിതാ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നിയമസഭാ തിരഞ്ഞെടുപ്പിലും പിടിമുറുക്കാനായി കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം. അതിന്റെ ഭാഗമായി കഴിഞ്ഞ ഒരു മാസത്തിനിടെ 3 തവണയാണ് രാഹുൽ ഗാന്ധി ഉത്തർപ്രദേശിലെത്തിയത്. സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷിന്റെ കൈപിടിച്ച് സംസ്ഥാനത്ത് മിന്നും വിജയം നേടിയ രാഹുൽ ഉത്തർപ്രദേശിൽ പ്രത്യേകം ശ്രദ്ധ കേന്ദ്രീകരിച്ച് പാർട്ടിയെ പുനരുജ്ജീവിപ്പിക്കാനുള്ള ശ്രമത്തിലാണെന്നാണ് നിലവിലെ വിലയിരുത്തൽ. അതിനാൽ തന്നെ സംസ്ഥാനത്തെ രാഹുൽ ശ്രദ്ധിക്കുന്നതിൽ സന്തോഷത്തിലാണ് പ്രവർത്തകരും നേതാക്കളും. തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെയായിരുന്നു ഉത്തർപ്രദേശിലേക്കുള്ള രാഹുലിന്റെ ആദ്യ വരവ്. ധന്യവാദ് സഭയുമായാണ് രാഹുൽ എത്തിയത്. അമ്മ സോണിയാഗാന്ധി ഏൽപ്പിച്ച റായ്ബറേലിയിലടക്കം ബി.ജെ.പി കേന്ദ്രങ്ങളെ ഞെട്ടിപ്പിക്കുന്ന വിജയമായിരുന്നു കോൺഗ്രസ് സംസ്ഥാനത്ത് നേടിയത്. ഇതിന് പിന്നാലെയായിരുന്നു വോട്ടർമാർക്ക് നന്ദി അറിയിച്ച് രാഹുൽ ആദ്യം ഉത്തർപ്രദേശിലെത്തിയത്. ഭോലെ ബാബ എന്നറിയപ്പെടുന്ന സൂരജ് പാൽ എന്ന ആൾദൈവത്തിന്റെ പരിപാടിക്കിടെയുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് 121 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ട ഹത്രാസിന് ആശ്വാസം പകരാനായിരുന്നു രാഹുലിന്റെ രണ്ടാം സന്ദർശനം. സാധ്യമായ എല്ലാ വഴിയിലും തങ്ങളെ സഹായിക്കുമെന്ന് ഉറപ്പ് നൽകിയായിരുന്നു ഹത്രാസിൽ നിന്നും രാഹുൽ മടങ്ങിയിരുന്നത്. വിവിധ സാമൂഹിക വിഭാഗങ്ങളുമായി യോഗം വിളിച്ചുകൂട്ടിയാണ് രാഹുൽ മൂന്നാമതും ഉത്തർപ്രദേശിലേക്ക് എത്തിയത്. വരാനിരിക്കുന്ന ബജറ്റ് സമ്മേളനത്തിനുള്ള വിവരങ്ങൾ ശേഖരിക്കുകയാണ് ഈ യോഗത്തിന്റെ ലക്ഷ്യമെന്നാണ് നിലവിൽ പുറത്തുവരുന്ന വിവരം. ദേശീയ രാഷ്ട്രീയത്തിൽ യു.പിയുടെ പങ്ക് അനിഷേധ്യമായതിനാൽ തന്നെയാവാം രാഹുലിന്റെ ഈ നീക്കമെന്ന വിലയിരുത്തലുമുണ്ട്. 2024 ലോക്സഭാ ഫലം കോൺഗ്രസിന് നഷ്ടപ്പെട്ട ഇടം വീണ്ടെടുക്കാനുള്ള ഒരു അവസരമൊരുക്കുകയാണ് ഉണ്ടായത്. 2027 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് പ്രസക്തമായി തുടരണമെങ്കിൽ രാഹുലിന്റെ ഈ ഇടപെടൽ നിർണായകം തന്നെയാണ്. എന്തായാലും രാഹുൽ ഗാന്ധിയുടെ ഈ സന്ദർശനം ഉത്തർപ്രദേശിലെ കോൺഗ്രസിന് ഊർജം പകരുന്ന കാര്യം തന്നെ എന്നതാണ് യാഥാർത്ഥ്യം.